ഓം ശ്രീ സായി ഭഗവതേ നമഃ. ഓം ശ്രീ സായിനാഥായ നമ. സായി ബാബ ആരും ശ്രദ്ധിക്കാത്തൊരു മസ്ജിദിൽ താമസം ആരംഭിച്ചു. ദേവിദാസ് എന്ന് പറഞ്ഞിരുന്ന സന്യാസി ഷിർഡിയിൽ ബാബ വരുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥലത്തെ സാന്നിധ്യം ബാബ ഇഷ്ടപ്പെട്ടിരുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ സത്രത്തിലും തനിച്ചും താമസിച്ചിരുന്നു. ജാനകിദാസ് എന്ന പേരിൽ ഇനിയൊരു സന്യാസി പിന്നീട് വരികയും ബാബയുടെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. ബാബ അധിക സമയവും അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അല്ലെങ്കിൽ ജാനകിദാസ് ബാബയുടെ അടുത്തേക്ക് വരിക പതിവായിരുന്നു. അതേപോലെ ഗംഗാഗീർ പുൻതാംബീർ വൈശ്യമഠ സന്യാസിയും ഷിരിഡിക്ക് അടിക്കടി വന്നുകൊണ്ടിരുന്നു. ബാബ രണ്ടു കൈകളിലും കുടങ്ങൾ നിറയെ വെള്ളവുമായി ഉദ്യാനത്തിലേക്ക് പോകുന്ന കണ്ടപ്പോൾ അത്യധികം ആശ്ചര്യഭരിതനായി ഇങ്ങനെ ഉച്ചരിച്ചു: ഷിരിഡി പുണ്യം ചെയ്തതുകൊണ്ടാണ് ഇത്തരമൊരുത്തനെ കിട്ടിയത്. ബാബ ഇന്ന് വെള്ളം കൊണ്ട് പോകുന്നു. പക്ഷേ ഒരു അസാധാരണ മനുഷ്യനാണ് അദ്ദേഹം. ഈ ഷിരിഡി ഭാഗ്യം ചെയ്തിട്ടുള്ളതിനാലും യോഗ്യത നിറഞ്ഞതിനാലും ഈ രത്നത്തെ കിട്ടി. അതേമാതിരി ഏവാളെ മഠത്തിലെ സന്യാസി ആനന്ദനാഥ് അക്കൽക്കോട്ട് മഹാരാജാവിന്റെ ശിഷ്യന്മാരിൽ കുറേ ആളുകളോടും കൂടി ഷിരിഡിക്ക് വന്നു. സായി ബാബയെ കണ്ട ഉടനെ പറഞ്ഞു, വാസ്തവത്തിൽ ഇതൊരു വിലമതിക്കാനാവാത്ത വൈരമാണ്. ബാബ ഒരു സാധാരണ മനുഷ്യനെ കാണുന്നുവെങ്കിലും സായി വെറുമൊരു കല്ലല്ല, ഒരു രത്നക്കല്ല. ഇത് താമസിയാതെ അറിയാറാകും. ഇങ്ങനെ പറഞ്ഞ് ആനന്ദനാഥ് ഏവാളയിലേക്ക് തിരിച്ചുപോയി. ഈ സംഭവം നടക്കുന്ന കാലത്ത് സായി ബാബ ചെറുപ്പക്കാരനായിരുന്നു. ബാബയുടെ ചെറുപ്പത്തിൽ അദ്ദേഹം മുടി വളർത്തിയിരുന്നു. അത് ഒതുക്കിയിരുന്നില്ല. ബാബയുടെ വസ്ത്രാലങ്കാരം ഒരു കളിക്കാരനെ പോലെയായിരുന്നു. 3 മൈലുള്ള റെഹാട്ടയിലേക്ക് പോകുമ്പോൾ സായി ചെറിയ ജയജൂയി, മെറിഗോൾഡ് എന്നീ ചെടികൾ കൊണ്ടുപോവുക പതിവായിരുന്നു. അവയെല്ലാം ബാബ പൂന്തോട്ടത്തിൽ നട്ട് വൃത്തിയായി വെള്ളമൊഴിക്കും. വാമൻ തത്യ എന്ന ഭക്തൻ ഉണങ്ങാത്ത 2 മൺപാത്രങ്ങൾ ദിവസേന ബാബയ്ക്ക് കൊടുക്കും. ഇതുകൊണ്ട് ബാബ ചെടികൾക്ക് വെള്ളമൊഴിച്ചിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഈ പാത്രങ്ങളിലാക്കി തൻ്റെ തോളിൽ കയറ്റി വെച്ചുകൊണ്ട് പോവുക പതിവായിരുന്നു. വൈകുന്നേരമായാൽ ഈ പാത്രങ്ങൾ വേപ്പ് മരത്തടിയിൽ വയ്ക്കും. താഴെ വയ്ക്കുമ്പോഴേക്കും ഇവ പൊട്ടിപ്പോവുകയും ചെയ്യും. അവ തീയിൽ ചൂടാക്കി ഉണ്ടാക്കിയവയല്ലോ. അടുത്ത ദിവസം തത്യ വേറെ 2 മൺപാത്രങ്ങൾ കൊടുക്കും. ഇങ്ങനെ 3 വർഷക്കാലം കഴിഞ്ഞപ്പോൾ ബാബയുടെ അശ്രാന്ത പരിശ്രമത്താൽ അവിടം ഒരു പൂങ്കാവനമായി മാറി. ആ സ്ഥലത്തിപ്പോൾ ബാബയുടെ സമാധി മന്ദിർ നിലനിൽക്കുന്നു. വളരെയധികം ഭക്തന്മാർ ഇന്നും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.